നഗമിയ തോബിത്ത യൂരിത്ത എസ്തക ഒന്നുബക്കബായ രണ്ടുബക്കബായർ ജോബ്. എൻ്റെ പൊന്നെ 73 പുസ്തകങ്ങൾ ഒറ്റയടിക്ക്. പല കാര്യങ്ങളും പെട്ടെന്ന് ഈ ഒരു കുരിശിൻ്റെ വഴിയൊക്കെ കഴിയുമ്പോൾ പിറ്റേ ആഴ്ച ഇടപെടുന്നൊക്കെ കാണുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് തന്നെ ദൈവമേ ഇത് ദൈവത്തെ വിളിച്ചാൽ നടക്കാത്തതായിട്ടൊരു കാര്യം ഇല്ലല്ലോ. ചില സമയത്തൊക്കെ വരും, പക്ഷെ അമ്മ വടിയെടുക്കും, അങ്ങനെയൊക്കെ ഞങ്ങൾ ചെല്ലും. കാരണം അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ ദൈവാനുഭവമാണ്. ഈശോയ്ക്ക് 1ാം സ്ഥാനം കൊടുത്ത് പോയപ്പം ഈശോ തന്ന ഒരു വലിയ ദൈവാനുഭവമായിട്ട് അങ്ങനെ ജീസസ് യൂത്തിലൂടെ വളർന്നു വന്നതാണ് ഒരു ദൈവാനുഭവത്തിൽ എത്തിച്ചത്. പിന്നെ കരിസ്മാറ്റിക് മുന്നേറ്റം ഒത്തിരി സഹായമായിട്ടുണ്ട്. നമസ്കാരം. ബൈബിളിലെ ഒരു 10 ദൈവവചനം ഇപ്പോൾ അധ്യായം വാക്യം സഹിതം ഒന്ന് പറയാൻ പറ്റുമോ? ഒന്ന് പകച്ചു അല്ലേ? ഇത് തന്നെയാണ് നമ്മുടെ എല്ലാ വിശ്വാസികളുടെയും കാര്യം. എത്രയൊക്കെ നമ്മൾ ബൈബിൾ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, എത്രയൊക്കെ വിശ്വാസത്തിലാണെന്ന് പറഞ്ഞാലും പെട്ടെന്ന് ഒരു നിമിഷം വന്നതേ 10 വചനം ഭാഗ്യം അധ്യായം വാക്യം സഹിതമൊക്കെ പറയാൻ പറഞ്ഞാൽ നമ്മളൊക്കെ ഒന്ന് പകച്ചു പോകും. ഇന്ന് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് കോതമംഗലത്തുള്ള ഇതുപോലെ ബൈബിളിൻ്റെ 73 പുസ്തകങ്ങൾ കാണാതെ ഒറ്റയടിക്ക്, അത് ഏത് സമയവും ഏത് നിമിഷവും വിളിച്ച് ചോദിച്ചാലും പറയുന്ന ഒരു പുൽക്കുട്ടിയുടെ അടുത്താണ്. പുൽക്കുട്ടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ഒരു 3 വയസ്സുകാരനാണ്. ഒരു 3 വയസ്സുകാരൻ ബൈബിളിലെ 73 പുസ്തകങ്ങൾ കാണാതെ ഏത് നിമിഷം വിളിച്ച് ചോദിച്ചാലും പറയുന്നൊരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും ഞാൻ അധികം പറയുന്നില്ല, നമുക്ക് ആ ഒരു പയ്യനെ, അവൻ്റെ പേര് ബെർക്കുമെൻസ് എന്നാണ്, അവനെ നമുക്കൊന്ന് വിളിക്കാം. ബെർക്കുമെൻസേ, വായോ, വാ. ഇതാണ് ഞാൻ പറഞ്ഞ ബെർക്കുമെൻസ് അല്ലേ? ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ ആൾ ഇതാണ്, നമ്മുടെ ബെർക്കുമെൻസ്. ബെർക്കുമെൻസ് ക്യാമറ ഒന്ന് ഹായ് പറഞ്ഞേ. ഹായ്. 3 വയസ്സുകാരനാണ് കേട്ടോ. അപ്പോൾ ബെർക്കുമെൻസ് ഫുൾ നെയിം ഒന്ന് പറഞ്ഞേ, മുഴുവൻ പേരെന്താണ്? ജോൺ ബെർക്കുമെൻസ് അല്ലേ? ഭയങ്കര വലിയ പേരാണല്ലോ. ഈ ബൈബിളിലെ 73 പുസ്തകങ്ങൾ, പുള്ളിനെ ഞങ്ങൾ ആദ്യം കാണുന്നത് സമൂഹ മാധ്യമത്തിലാണ്. ബൈബിളിലെ 73 പുസ്തകങ്ങൾ ഇങ്ങനെ ഒരു മൈക്കൊക്കെ പിടിച്ച് കാണാതെ ഒറ്റയടിക്ക് പറയുന്നു അല്ലേ? 73 പുസ്തകങ്ങൾ. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ബൈബിൾ ഇതൊന്ന് പറയോ? 73 പുസ്തകങ്ങളുടെ ഉൽപ്പത്തി പറഞ്ഞേ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, നിയമാവർത്തനം, ജോഷുവ, ന്യായാധിപർ, റൂത്ത്, 1 സാമുവേൽ, 2 സാമുവേൽ, 1 രാജകുമാർ, 2 രാജകുമാർ, 1 തിരുവൃത്താന്തം, 2 തിരുവൃത്താന്തം, എസ്ര, നഗമിയ, തോബിത്ത, യൂരിത്ത, എസ്തക, 1 ബക്കബായ, 2 ബക്കബായർ, ജോബ്. സംഗീതങ്ങൾ, ശുഭാശയങ്ങൾ, സഭാപ്രസംഗൻ, ഉത്തമഗീതം, ജ്ഞാനം, പ്രഭാഷകൻ, യേശയ്യ, സർവ്വയ, ഇലവുങ്ങൾ, ബാറൂക്ക്, എസെക്കിയേൽ, ദാനിയേൽ, ഓസിയ, ജോയൽ, ആമോസ്, ഉബാദിയ, യോന, മിക്ക, ന്യാഗു, അബബൂക്ക്, സെഫാനിയ, അഗായ്, സക്കറിയ, മലാക്കി, മത്തായി, മക്കോസ്, ലൂക്ക, യോഹന്നാൻ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ, റോമ, 1 കൊരിന്തോസ്, 2 കൊരിന്തോസ്, ഗലാത്തിയ, എഫെസോസ്, ഫിലിപ്പി, കൊളോസോസ്, 1 തെസ്സലോനിക്ക, 2 തെസ്സലോനിക്ക, 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്, തീത്തോസ്, ഫിലമോൻ, എബായെ, യാക്കോ, 1 പത്രോസ്, 2 പത്രോസ്, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ,
യൂഡാസ് ഒരുപാട്. എൻ്റെ പൊന്നേ 73 പുസ്തകങ്ങൾ ഒറ്റയടിക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും ഇതുപോലെ ഒന്നും പറയാൻ പറ്റില്ല. എനിക്കെന്നല്ല, നമുക്ക് പലർക്കും ഇതൊന്നും ഇത്രയും ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ബൈബിളിലെ പുസ്തകങ്ങളൊക്കെ അറിയാം എങ്കിലും ഇതേപോലെ ഇതാരും ഇതൊക്കെ പഠിപ്പിച്ചെന്നേ. നോക്കിയേ, ക്യാമറ നോക്കി പറഞ്ഞേ, ആരും ഇതൊക്കെ പഠിപ്പിച്ചെന്നേ? ആരാ പഠിപ്പിച്ചെന്നേ? ചേച്ചിമാരാണ് പഠിപ്പിച്ചെന്നേ. ഇത് ഇത്രയും ഇതെങ്ങനെ ഇത് കാണാതെ പഠിച്ചു? ഇതെങ്ങനെ കാണാതെ പഠിച്ചു? വേറെ പ്രാർത്ഥനകളൊക്കെ അറിയോ? നന്മ നിറഞ്ഞ മറിയം അറിയോ? ഒന്ന് ചെല്ലിക്കേ. ആണോ? വേറെ ദൈവവചനം ഏതാ അറിയാവുന്നേ? ലൂക്കയുടെ ഒക്കെ അറിയാവുന്നതുകൊണ്ട് ലൂക്ക് 1:37. ആ, ഒന്ന് പറഞ്ഞേ. ആ, ദൈവത്തിനൊന്നും അസാധ്യമല്ല. 37. പിന്നെ ഏതായിരുന്നു? ഇംഗ്ലീഷ് വരെ എന്നെ പഠിച്ചു വെച്ചു അല്ലേ? പിന്നെ ഏതാണ്? ഐ ആം ദ ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് ജോൺ, അതേതാ? ജോൺ. എന്തായാലും 3 വയസ്സുള്ള ഈ ജോൺ ബെർക്കുമെൻസ്, ഇവനാണ് ഇന്നത്തെ നമ്മുടെ താരം. ഇപ്പോൾ നിങ്ങൾ തന്നെ കേട്ടു അല്ലേ? ദൈവവചനം 73 പുസ്തകം കാണാതെ പറയുന്നു, ദൈവവചനം പറയുന്നു. എന്തായാലും ഈ ദൈവവചനവും ഇതെല്ലാം ഈ കൊച്ചിന് 3 വയസ്സിൽ ചെറുപ്പം മുതലേ പഠിപ്പിച്ച് അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ കൊണ്ടുവന്നത് ഈ ഒരു ജോൺ ബെർക്കുമെൻസിൻ്റെ കുടുംബാംഗങ്ങളാണ്. ഇവർ വലിയൊരു കുടുംബമാണ്. 5 മക്കളുള്ള ഒരു കുടുംബം. വളരെ പ്രാർത്ഥനാനുരൂപിയിൽ മക്കളെയൊക്കെ വളർത്തുന്ന ഒരു കുടുംബമാണ്. എന്തായാലും ഈ കുടുംബത്തെ നമുക്കൊന്ന് കൂടുതൽ പരിചയപ്പെടാം. നമുക്ക് അകത്തേക്ക് പോവാം. പാപ്പ അമ്മേനൊക്കെ കാണണ്ടേ? ചേച്ചിമാരൊക്കെ വാ. ഇതെന്താണ് എഴുതിയിരിക്കുന്നത്? ഇവിടെ ഒരു രൂപമുണ്ട്, ഇതൊന്ന് വായിച്ചേ. ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. ഒരു ദൈവകരുണയുടെ രൂപം ഇവിടെ വീടിൻ്റെ മുമ്പിൽ തന്നെ വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ കൊച്ചു വായിച്ചത്. നമുക്ക് അകത്തേക്ക് പോവാം. നമ്മുടെ കുഞ്ഞ് ജോൺ ബെർക്കുമെൻസിൻ്റെ കുടുംബാംഗങ്ങളൊപ്പം എത്തിയിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തോ? പേര് കാര്യങ്ങളൊന്ന് പറയും ചേട്ടാ. എൻ്റെ ഒരു ആൻ്റണി, കൃഷിപ്പണിയാണ്. വൈഫ് സിനിയുണ്ട്. ഞാൻ സിനി, വീട്ടമ്മയാണ്. എൻ്റെ പേര് അലീന, ഞാൻ +2 പഠിക്കുന്നു. എൻ്റെ പേര് ജോൺ പോൾ, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് ജോൺ ബ്രിട്ടോ, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് മരിയ ഗരേത്തി, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് ജോൺ ബ്രിക്കമ്മൻ, നഴ്സറി പഠിക്കുന്നു. ഓക്കെ. എന്തായാലും നിങ്ങളൊരു വലിയൊരു കുടുംബമാണ്. വലിയ കുടുംബങ്ങൾ എന്നും ഒരു അനുഗ്രഹീത കുടുംബമാണ് അല്ലേ? എന്താണ് ഇപ്പം ഞാൻ ഈ പേര് ഇട്ടപ്പോൾ എല്ലാവരും ജോൺ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പേര് ചേർത്തിട്ട് എന്താ അങ്ങനെ ഒരു വിശുദ്ധൻ്റെ പേര് ചേർത്താൽ അവർ പേരിടുന്നു? എന്താണ് അതിനെക്കുറിച്ചൊന്ന് പറയും? എനിക്കൊരു ആഗ്രഹം ഉണ്ടായുള്ളൂ, ഇവരെല്ലാവരും മാമോദിസ പേരിൽ അറിയപ്പെടണമെന്ന് മാത്രമേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ സ്കൂളിൽ പോലും ഇനിഷ്യലി പോലും ഇല്ല, ആ വിശുദ്ധൻ്റെ പേര് അത് മാത്രമേ എടുത്തു. ആ ഒരു വിശുദ്ധൻ്റെ ഒരു സംരക്ഷണം ഇവർക്ക് കിട്ടും, അത് മാത്രം ഓർത്തിട്ട്. ഓക്കെ. എന്തായാലും നമ്മളിപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ കാണുകയും ചെയ്തത്, നമ്മുടെ ബെർക്കുമെൻസിൻ്റെ വീഡിയോ സമൂഹ മാധ്യമത്തിൽ ബൈബിൾ വചനം 73 പുസ്തകങ്ങൾ കാണാതെ അവൻ പറയുന്നു. വലിയൊരു ആശ്ചര്യം തോന്നി. 3 വയസ്സിൽ കുട്ടികൾ ഇത്രത്തോളം ദൈവവചനത്തോട് ആഭിമുഖ്യത്തിൽ വളരുക എന്നുള്ളത്. എന്തായിരുന്നു അതിൻ്റെ പിന്നിൽ? എങ്ങനെയാണ് അവൻ അത് അത്രയും പഠിച്ചെടുത്ത ദൈവവചനങ്ങളെല്ലാം? തോമസ് ജെ പറയുടെ അച്ഛൻ ഇങ്ങനെ പിള്ളേർക്ക് വേണ്ടി ഇങ്ങനെ പറയണ്ടായിരുന്നു. ഒരു കൊച്ചു അവിടെ പള്ളിയിൽ ഇങ്ങനെ അവിടുത്തെ കുടുംബ യൂണിറ്റ് ഇങ്ങനെ ദൈവവചനം പറയണ്ടായിരുന്നു. എല്ലാം 73 പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിൽ അച്ഛൻ അന്ന് ഞായറാഴ്ച എല്ലാ പിള്ളേരും പഠിച്ചു വന്നവും പ്രോത്സാഹനമായിട്ട് സമ്മാനം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ട് പിള്ളേരെല്ലാം പഠിച്ചു, ഇവിടുത്തെ കൊച്ചും പഠിച്ചു. അപ്പോൾ ആ കൂട്ടത്തിൽ ഇവനും പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോൾ ഇവർ പഠിക്കുന്നതിന് അനുസരിച്ച്
പെട്ടെന്ന് നോക്കണത് ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട പേര്. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി ഒരു എഫർട്ട് എടുത്തിട്ട് ഇങ്ങനെ പഠിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ്. നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലെങ്കിൽ? ഇല്ല, ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ഒരു പ്രതീക്ഷ വരുന്നില്ലല്ലോ. അപ്രതീക്ഷിതമായിട്ട് ഇവൻ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് അവനെ ഞങ്ങൾ ഒരിക്കലും ശ്രദ്ധിച്ചേയില്ല. അവൾ മരിയകുരത്തി ഇവർ മൂന്നും കൂടി ഇരുന്ന് അച്ഛൻ്റെ സമ്മാനം മേടിക്കാൻ വേണ്ടി ഇരുന്ന് പഠിച്ചതാ. അപ്പം അങ്ങനെ പഠിച്ചത് ഇവർ 3 പേരുടെ ജോൺ പോളും ജോൺ ബ്രിട്ടോയും മരിയകുരത്തിയുടെ, മറ്റേ മോള് ഹോസ്റ്റലിലാണ് മൂത്തവള്. അപ്പോൾ ഇവർ പഠിച്ചു. അന്നേരം ഇവൻ പഠിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. ഇവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പഠിക്കാൻ. എന്നിട്ട് അവൾക്ക് സമ്മാനവും കിട്ടി. അതൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം ഇവരെല്ലാം കൂടി ഇവരിന്ന് കളിക്കുമ്പം ഇവൻ ഇടയ്ക്ക് ഇങ്ങനെ, ഞാൻ അന്നേരം ഇവിടെ ഇല്ല, ഞാൻ അടുക്കളയില്ല, ഒരു കയ്യടി കേട്ടുകൊണ്ട് ഓടി വരുമ്പോൾ പറയുന്നത്, അമ്മ ഇവൻ ഇത് ഉൽപ്പത്തി പുറപ്പാട് ലേവിയർ സംഖ്യ വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. അന്നേരം തൊട്ട് ചേച്ചി ഒത്തിരി സപ്പോർട്ട് ചെയ്തു. അവൾ ഹോസ്റ്റലിലാണേലും അവിടെ നിന്നുകൊണ്ട് അവൾ വിളിക്കും, നീ ഇന്നത്ര പഠിച്ചപ്പോൾ ഒരു 4-5 വീതം പഠിച്ച് അവൻ വീഡിയോ എടുത്ത് ചേച്ചിക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ ചേച്ചി അപ്പോൾ ഒരു ഓഫർ കൊടുത്തു, ഒരു ബൈക്ക് മേടിച്ചു കൊടുക്കാമെന്ന്. അങ്ങനെ പഠിക്കുന്ന ഓർത്തല്ല കേട്ടോ, പഠിക്കുന്ന ഓർത്ത്. അപ്പം ഇവൾ പക്ഷേ അവൾ അടുത്ത അവധിക്ക് എല്ലാ സെക്കൻഡ് സാറ്റർഡേ വരുന്നത്. അവൾ വന്നപ്പം ഇവൻ പഠിച്ച് തീർത്തു. അത് പിറ്റേ പ്രാവശ്യം സെക്കൻഡ് സാറ്റർഡേ വന്നപ്പോൾ അപ്പം തന്നെ ഇവരെല്ലാം കൂട്ടി പോയി അവൾ ബൈക്ക് മേടിച്ച് കൊടുക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ ഒരു കരുണയെ പഠിച്ചതാ. ഞങ്ങൾക്കൊന്നും ആ കൂടെ ഞങ്ങൾക്കൊക്കെ പഠിക്കാൻ പറ്റി. ഇവനെ പഠിപ്പിച്ച് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഞങ്ങൾക്കും പഠിക്കാൻ പറ്റുമെന്നൊന്നും. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയായിട്ട് കാണുന്നു. എനിക്ക് ഈ ഒരു ബാക്കിലുള്ള രൂപക്കൂടുകൾ എനിക്കൊരു കുറേ വിശുദ്ധരുണ്ടാവുണ്ടല്ലേ? എത്ര പേരുണ്ട് പറയാൻ പറ്റുമോ? അറ്റം മുതൽ ഇങ്ങനെ ഒരുപാട് വിശുദ്ധർ, പിന്നെ അല്ലേ പരിശുദ്ധ അമ്മയുടെ രൂപവും ഈശോയുടെ, അങ്ങനെ എല്ലാം. ഇതെന്താ ഇങ്ങനെ അങ്ങനെ വല്ല ഹോബി ഇഷ്ടമായിട്ട് മേടിച്ചു വെക്കണോ? അല്ലെങ്കിൽ ഇവർ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ ഞങ്ങൾ ഓരോ വിശുദ്ധരെ വീതം മേടിച്ച ഗിഫ്റ്റ് കൊടുക്കുന്നത് ഇവർക്ക് പരസ്പരം. പിന്നെ വിശുദ്ധരോട് പപ്പായ്ക്ക് ഭയങ്കര ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. അതിന് പൈസയുടെ നഷ്ടമൊന്നും നോക്കത്തില്ല. അപ്പം കാർമൽ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെ ഒരു നല്ല ഇങ്ങനെ കിട്ടുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പുതിയത് വരുമ്പോഴേ പോയി ഓരോ വിശുദ്ധരുടെ നോക്കോ, അല്ലെ ഇന്ന വിശുദ്ധൻ ഇനി നമുക്ക് വേണം എന്ന് നോക്കി അങ്ങനെ നോക്കും. നിങ്ങൾ പോയി മേടിക്കും? ഇവർ ആവശ്യപ്പെടുകയും ചെയ്യും ചിലർ. ഇപ്പം നമ്മുടെ ഫ്രാൻസിസ് അസീസി ഒക്കെ അങ്ങനെയാണ് കിട്ടിയത്. ഏതൊക്കെ വിശുദ്ധരൊന്ന് പറയാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന്. ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത് അൽഫോൻസാമയുണ്ട്, മറിയം ത്രേസ്യ ഉണ്ട്, പിന്നെ വിശുദ്ധ റീത്തയുണ്ട്, വിശുദ്ധ ക്ലാര, വിശുദ്ധ കൊച്ചുറേസ്യ, വിശുദ്ധ ഫ്രാൻസിസ് അസീസി, വിശുദ്ധ യൂദാ തദേവുസ്, വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ, വിശുദ്ധ മദർ തെരേസ, വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ, വിശുദ്ധ പൗലോസ്, വിശുദ്ധ പത്രോസ്, വിശുദ്ധ പാദ്രപ്പിയോ, വിശുദ്ധ മരിയ ഗൊരേത്തി, വിശുദ്ധ മിഖായല്, വിശുദ്ധ ജോൺ പോള്, വിശുദ്ധ സെബസ്ത്യാനോസ്, വിശുദ്ധ ഔസേപിതാവ്, അങ്ങനെ വിശുദ്ധ സെന്റ് ആന്റണി, അങ്ങനെ കുറച്ച് പേരുടെ ഉണ്ട് അല്ലേ? അപ്പൊ ഇനിയും എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് വരാനുണ്ടെന്നോണ്ടല്ലേ, കണ്ടുപിടിച്ച് കൊണ്ടുവരാനുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റു വീടുകളിൽ ഇത്ര ശ്രദ്ധിച്ചു, കാരണം ഇത്രമാത്രം രൂപങ്ങൾ, ഓരോ വിശുദ്ധരുടെയും പേരിലുള്ള രൂപങ്ങൾ ഇത്രമാത്രം വന്നതായിട്ട് കണ്ടിട്ടില്ല മറ്റു വീടുകൾ. അപ്പോൾ നിങ്ങൾ ദൈവവചനം എഴുതുന്നുണ്ട് അല്ലേ? ഇതിൻ്റെ പിന്നിൽ എല്ലാ ദിവസവും എഴുതും അല്ലെങ്കിൽ എങ്ങനെയാണ്? എല്ലാ ദിവസവും ഒരു വചനം പഠിക്കുന്നിടം വരെ എഴുതിയിടും. പിന്നെ സന്ധ്യപ്രാർത്ഥനയുടെ സമയത്ത് ഓരോ വചനം ചൊല്ലിയാണ് ഇവർ നന്മ നിറഞ്ഞവരെയും ചെല്ലുന്നത്. അപ്പോൾ അങ്ങനെ വചനം കുറേശ്ശെ, ഒത്തിരിയൊന്നുമില്ല, കുറേശ്ശെ വചനം പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്നും ഒന്നും പറ്റിയെന്ന് വരില്ല, പക്ഷേ ഇങ്ങനെ ഞങ്ങൾ പറയുന്നതനുസരിച്ച് അവർ കയറി താല്പര്യമാണ്. നമ്മൾ ഇടയ്ക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമല്ലോ, അത് അവർ തന്നെ ഇൻട്രസ്റ്റഡ് ആയിട്ടൊന്നും പോയില്ല. ഞങ്ങളെവിടെ ഡൗൺ ആവുന്നോ അതനുസരിച്ച് അവരുടെ പഠിത്തവും ഡൗൺ ആവും. ഞങ്ങളിങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെ പുറകെ നടന്ന് പറയുമ്പോൾ ഒക്കെ കൂടുതൽ പഠിച്ചു. എന്താണ് ഈ ദൈവവചനത്തിൽ ആഴമായിട്ട് കുട്ടികളെ വളർത്താൻ, അല്ലെങ്കിൽ ദൈവവചനം ഇത്രമാത്രം പകർന്നു നൽകാൻ നിങ്ങൾക്ക് തോന്നിയത്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു ആശയം, അല്ലെങ്കിൽ ആ ഒരു ആത്മീയതയിലേക്ക് ഉയരാനുള്ള കാരണം എന്തെങ്കിലും? അല്ല, ഞങ്ങൾക്ക് എപ്പോഴും ജീവിതത്തിൽ, ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് തന്നെ ഞങ്ങളുടെ ഒരു തീരുമാനം എന്ന് പറയുന്നത് കർത്താവിന് ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുത്ത് ജീവിക്കണം. ഫസ്റ്റ് പ്രിയോറിറ്റി ശുശ്രൂഷ, പറ്റുന്ന വിധത്തിൽ എല്ലാവർക്കും ശുശ്രൂഷ ചെയ്ത് ജീവിക്കണം. കുഞ്ഞുങ്ങളെ അങ്ങനെ തന്നെ വളർത്തിക്കൊണ്ടുവരണം. ഈ പിള്ളേരോടൊന്നും തന്നെ പഠിക്കാൻ പറയും, അവരുടെ ഉത്തരവാദിത്വമാണല്ലോ അത്. അല്ലാതെ ഒരു വലിയ ലെവലിൽ പഠിച്ചെത്തുക, അല്ല വലിയ ജോലി മേടിക്കുക, അങ്ങനെയൊന്നുമല്ല. ദൈവരാജ്യത്തിന് വേണ്ടി പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ദൈവവചനം ഇല്ലാതെ പറ്റത്തില്ല. അപ്പോൾ വചനം ഞങ്ങളെല്ലാവരും വർഷത്തിൽ ഒരുമിച്ചൊന്ന് ധ്യാനിക്കാൻ പോകും. പിന്നെ 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ഞങ്ങളിൽ ആരെങ്കിലും ധ്യാനത്തിലായിരിക്കും. ഒന്നീ പിള്ളേരായിരിക്കും. ഇപ്പോൾ ഇവർ 2 ദിവസത്തെ ധ്യാനം കഴിഞ്ഞ് വന്നാൽ, അല്ലെ ആൻ്റണി ചേട്ടനായിരിക്കും കൂടുതലും എന്നെ അന്ന് തോന്നുന്നു വിടുന്നത്. കാരണം ഈ 5 പിള്ളേരെയും നോക്കിക്കൊണ്ട് ഇവരെ സ്കൂളിൽ വിടുന്നതും, ഇവനൊക്കെ കൊച്ചല്ലേ, സോറി, 2 വയസ്സ് തൊട്ട്, ഇവനൊരു 1.5-2 വയസ്സായ സമയം തൊട്ട് തന്നെ പുള്ളി കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് എന്നെ ധ്യാനിപ്പിക്കാൻ വിടുമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലും ഇപ്പോഴും പറയും അടുത്ത ആഴ്ച ധ്യാനം ഉണ്ടെങ്കിൽ പൊക്കോളാൻ പറയും. അങ്ങനെ ഞങ്ങളൊരു 3 മാസത്തിൽ ഒരിക്കലെങ്കിലും കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ധ്യാനം കൂടി, അപ്പോൾ ഒരു ചൈതന്യം വീട്ടിലേക്ക് വരുമല്ലോ. പ്രാർത്ഥനയിൽ തണുത്തു പോകുമ്പോൾ ഒരാൾ ധ്യാനം കൂടിയിട്ട് വരുമ്പോൾ ബാക്കിയുള്ളവരെ കൂടി
ഉജ്ജ്വലിപ്പിക്കും. അത് പരസ്പരം എല്ലാവരും ഇവരാണെങ്കിലും ഒത്തിരി സഹകരിക്കുന്നതുകൊണ്ടാണ് സ്കൂളിലെ കാര്യങ്ങൾ, യൂണിഫോം ഒക്കെ അവർ തന്നെ അലക്കുകയും ടിഫിനൊക്കെ പപ്പയുടെ കൂടെ കൂടി എടുത്തുകൊണ്ട് പോവുകയും. ഞാൻ ധ്യാനത്തിന് പോകുന്ന ഇവർക്കൊക്കെ വലിയ സന്തോഷമാണ്. കുറച്ച് സ്വസ്ഥതയൊക്കെ കിട്ടും, അമ്മയുടെ വഴക്കൊന്നും കിട്ടില്ല, അതുകൊണ്ടാണ്. എങ്കിലും ഇവരെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് അതൊരു വലിയ സന്തോഷമാണ് അങ്ങനെ പോകാൻ പറ്റുന്നതുമൊക്കെ. പിന്നെ ബെർക്കുമാൻസ് ഇങ്ങനെ ഈ കാര്യങ്ങളിലൊരു സപ്പോർട്ടാണ്. ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് കുരിശിൻ്റെ വഴിയല്ലോ, അതായത് നിയോഗർ ചിലപ്പോൾ ഞങ്ങളുടെ തന്നെ ആയിരിക്കും കുറച്ച് ആളുകളായിട്ട് പ്രാർത്ഥിക്കാത്ത ചില കാര്യങ്ങൾ, അത് ഇടപെടാൻ വേണ്ടി പാട്ടും പ്രാർത്ഥനയും ഒന്നും മാറ്റത്തില്ല. ഏകദേശം ഒരു 40 മിനിറ്റ് വേണം ഒരെണ്ണം ചെല്ലാൻ തന്നെ. അത് 33 എണ്ണം ഒരാൾക്ക് തന്നെ ചെല്ലൽ പാടാം. അപ്പം ഞങ്ങൾ വീതിച്ചെടുക്കും, ഓരോരുത്തർ 5 എണ്ണവും 10 എണ്ണമൊക്കെ വീതിച്ചെടുത്ത് അവർ 4ാം ക്ലാസ്സുകാരി വരെ ചെല്ലും. ഇവന് ചെല്ലാൻ അറിയത്തില്ലെങ്കിലും ഇവൻ ടി വിയിലിട്ട് 3 വയസ്സുകാരൻ ടി വിയിലിട്ട് കുരിശിൻ്റെ വഴി കൂടും. അവൻ്റെ കണക്ക് ഞങ്ങൾ കൂട്ടത്തില്ല, എങ്കിലും അവൻ കാർട്ടൂണൊന്നും വന്ന് കാണാതിരുന്ന് കുരിശിൻ്റെ വഴി കൂടും. അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ നിയമങ്ങളിൽ ഇടപെടുന്ന അനുഭവങ്ങൾ. പിന്നെ ഇവർ നന്ദി പറഞ്ഞു, നിയമങ്ങളിൽ ഇടപെട്ട് കഴിഞ്ഞ് നന്ദി പറഞ്ഞു. ഇതുപോലെ ശനിയാഴ്ചകളിൽ അവധി ദിവസങ്ങളിൽ കുരിശിൻ്റെ വഴി ചൊല്ലി. അതായത് ആരുടെയെങ്കിലൊക്കെ എന്തെങ്കിലും നിങ്ങളുടെ നിയോഗമോ അല്ലെങ്കിൽ മറ്റുള്ള നിയോഗത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും കൂടി ഡിവൈഡ് ചെയ്ത് കുരിശിൻ്റെ വഴി ഒറ്റ ദിവസം കൊണ്ട് ചെല്ലി തീർക്കും. 33 എണ്ണം. അന്ന് പിള്ളേർ എല്ലാവരും ഒരുമിച്ച് ചേരും. ടൈമൊക്കെ അതിന് വേണ്ടി അങ്ങനെ മാറ്റി വെക്കും. ഇവർ പള്ളിയിൽ പോയിട്ട് വന്ന് അത്യാവശ്യം ഓർഗൻ ക്ലാസ് ഒക്കെ ഉണ്ട്, അതിനൊക്കെ പോയിട്ട് വന്ന് ഇവർ ഒരാൾ ഇച്ചിരി മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ മറ്റോ പറയൂടാ അങ്ങനെയല്ല നമ്മൾ പ്രാർത്ഥിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. എല്ലാവരും സെപ്പറേറ്റ് ചെല്ലുകയും വേണം, ഒരുമിച്ചിരുന്ന് ചെല്ലിയാൽ കണക്ക് കൂട്ടാൻ പറ്റില്ല. അപ്പോൾ അത് കണക്ക് കറക്റ്റ് കിട്ടുന്നതുകൊണ്ട് എല്ലാവരും മാറി മാറി ഇരുന്ന് ഒക്കെ എല്ലാവരും കൂടെ ചെല്ലും. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ്. അന്നൊരു പ്രത്യേക ചൈതന്യം ഞങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാറുണ്ട്. അതൊക്കെ അങ്ങനെ കുറച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ദൈവാനുഭവം കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഈശോ ഇടപെടുന്നു, അസാധ്യകാര്യം 5, 8, 10 വർഷമൊക്കെ ആയിട്ട് അഞ്ചെണ്ണം ഓടി നടന്ന കാര്യങ്ങളിൽ ഇടപെടാതെ വരുമ്പം ഇവിടുത്തെ പല കാര്യങ്ങളിലും പെട്ടെന്ന് ഈ ഒരു കുരിശിൻ്റെ വഴിയൊക്കെ കഴിയുമ്പോൾ പിറ്റേ ആഴ്ച ഇടപെടുന്നൊക്കെ കാണുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് തന്നെ ദൈവമേ ഇത് ദൈവത്തെ വിളിച്ചാൽ നടക്കാത്തതായിട്ടൊരു കാര്യമില്ലല്ലോ, വിശ്വാസത്തിൽ അവർ. എത്ര സമയം എടുക്കും അപ്പോൾ 33 കുരിശിൻ്റെ വഴി നിങ്ങൾ എല്ലാവരും കൂടി തീർക്കാനായിട്ട്? ഇപ്പം ഞങ്ങൾ ഒരേ സമയം കണ്ടിന്യൂസ് അല്ല ചിലരുന്നത്. അപ്പോൾ ഒരു 5 എണ്ണം ഒരാളിരുന്ന് ചൊല്ലിക്കഴിഞ്ഞ് അടുത്തയാൾ അപ്പോൾ ആ സമയത്ത് തന്നെ വേറെ എവിടെയെങ്കിലും ഇരുന്ന്, അതായത് രാവിലെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് കുർബാന കഴിഞ്ഞ് വന്നാൽ തുടങ്ങിയ വൈകിട്ട് കിടക്കുന്നിടം വരെ കണ്ടിന്യൂസ് കുരിശിൻ്റെ വഴി ആയിരിക്കും. ഇപ്പോൾ എനിക്കൊക്കെ ഇപ്പോൾ ഏകദേശം കാണാതറിയാം ഇങ്ങനെ ചെല്ലി. അപ്പോൾ ഇവർ ഇടയ്ക്ക് അടുക്കളയിൽ വന്നിരുന്ന് എനിക്ക് സഹായിച്ച് ചെയ്യും, പാട്ടറിയായിരിക്കും. പ്രാർത്ഥന ഞാൻ കാണാതെ ചെല്ലുമ്പം വിട്ടുപോയാൽ ഇവർ പുസ്തകം കൊണ്ട് ഒരാളിരിക്കും. പക്ഷെ അവർ ആ കണക്ക് അവരുടെ കൂടെ കൂട്ടുകയില്ല, എൻ്റെ കണക്കായിട്ടത് കൂട്ടും ഞാൻ പണി ചെയ്യുന്ന സമയത്ത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അങ്ങനെ പരസ്പരം സഹായിച്ചും ഒക്കെയാണ് ഇത് ചെല്ലുന്നത്. വലിയൊരു ഒരു എന്താ പറയുക, ഒരു ദൈവത്തിന്റെ ഒരു അത്ഭുതം ഈ ഒരു കുരിശിന്റെ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്നതും നിങ്ങൾ ചെയ്യുന്നതും ഒരു വലിയൊരു മഹനീയമായ കാര്യമാണ്. എനിക്ക് പിള്ളേരോട് ചോദിക്കാനായിട്ട്, നിങ്ങൾ ഇതേപോലെ ദൈവവചനമൊക്കെ പഠിച്ച് സമ്മാനമൊക്കെ പഠിച്ചു അല്ലേ? അപ്പോൾ സ്കൂളിൽ പഠിക്കാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ദൈവവചനം പഠിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ സമയം മാറ്റി വയ്ക്കുമ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? ചെയ്യുന്നുണ്ടോ? ഇല്ല, ട്യൂഷന് പോകുന്നുണ്ട്. പിന്നെ രാത്രി കുറച്ചൊന്ന് പഠിക്കും. അത് ദൈവവചനം പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയൊന്നും വരുന്നില്ല, പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല? അതുകൊണ്ട് ഉപകാരം തോന്നുന്നുണ്ടോ ദൈവവചനം പഠിക്കുന്നതുകൊണ്ട്? എന്ത് തോന്നുന്നു? ഹിന്ദി കുറച്ച് എളുപ്പം തുടങ്ങി. ഹിന്ദി എന്താണ് പറയാനുള്ളത്? ബൈബിൾ വചനം കൊന്തയ്ക്ക് പഠിക്കും, ചില സമയത്ത് അമ്മ പറയുന്ന സമയത്തും പഠിക്കും. ബൈബിൾ വചനം ഇരുന്ന് പഠിക്കും. ശരിക്കും ഇഷ്ടമാണോ വചനം പഠിക്കാൻ? അതെന്താ അങ്ങനെ ഇഷ്ടം തോന്നിയ വചനം പഠിക്കാൻ?
ഈ പഠന കാര്യം എപ്പോഴും നമുക്ക് കളിക്കാനൊക്കെ അല്ലേ ഇഷ്ടം, പഠിക്കുന്ന കാര്യത്തിൽ എപ്പോഴും ഇഷ്ടം അങ്ങനെ കുറവല്ലേ? പിന്നെന്താ കളിക്കാൻ ആരും കൂടെ വരില്ല, ആ സമയത്ത് പിന്നെ പഠിക്കും. കളിക്കാനായാലും കൂടെ വരില്ല, ആരും ഉണ്ടാവില്ല. ഇല്ല. ഇവർ ഇത്ര പേരുണ്ടായിട്ട് 5 പേരുണ്ടായിട്ട് ഇവർ രണ്ടുപേരും ഫുട്ബോൾ കളിക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഹോസ്റ്റലിലായിരിക്കും, ഇവൻ ഉറങ്ങുമായിരിക്കും. ആ സമയത്ത് ആരും ഇല്ല, ആരും ഉണ്ടാവില്ല, ഒറ്റയ്ക്ക്. അപ്പോൾ ആ സമയങ്ങളിൽ എന്ത് ചെയ്യും? ആ സമയത്ത് അമ്മ ചിലപ്പോൾ പറയും നീ ഒറ്റയ്ക്ക് ഇരിക്കല്ലേ വചനം പഠിക്കാൻ. അപ്പോൾ പോയി വചനം പഠിക്കും. മടി തോന്നാറുണ്ടോ? ചില സമയത്ത് മടി വരുന്നു. എന്നിട്ട് പക്ഷെ പഠിക്കും. എന്താ അങ്ങനെ കൂടുതൽ പഠിക്കാൻ ഇഷ്ടം തോന്നിയത് എന്താ? ദൈവത്തിൻ്റെ കാരണമുണ്ട്. ദൈവത്തിൻ്റെ കാരണമാണ്. ഈ 33 കുരിശിൻ്റെ വഴിയൊക്കെ ചെല്ലാനായിട്ട് 5 കുരിശിൻ്റെ വഴിയൊക്കെ ചെല്ലണം. ഇവിടെ ഓരോരുത്തർ ഒരു ദിവസം തന്നെ കഷ്ടപ്പെട്ട് ഒരു കുരിശിൻ്റെ വഴി ചെല്ലുമെന്ന് സംശയമാണ്. അത് നോമ്പാലാവണം ഒന്ന് കുരിശിൻ്റെ പുസ്തകം ഒന്ന് പൊടിയിട്ട് തുറക്കണമെങ്കിൽ. അപ്പോൾ നിങ്ങളിങ്ങനെ ചെല്ലാനായിട്ട് മടി വരില്ലേ? ചില സമയത്തൊക്കെ വരും, പക്ഷെ അമ്മ വടിയെടുക്കും, അങ്ങനെയൊക്കെ ഞങ്ങൾ ചെല്ലും. അതുകൊണ്ട് ചെല്ലു, വടിയെടുത്തിട്ട് ചെല്ല്. അത് ചില നിയോഗങ്ങളൊക്കെ സാധിച്ചു കിട്ടാൻ വേണ്ടി ചെല്ലുന്നതാണല്ലോ ഓരോരുത്തർക്കൊക്കെ വേണ്ടി. അപ്പോൾ ഈ ചെല്ലി കഴിയുമ്പോൾ നിയോഗം സാധിച്ചു കിട്ടുമ്പോൾ എന്താ തോന്നാറ്? സന്തോഷം തോന്നാറുണ്ടോ? സന്തോഷം തോന്നും, ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ടോ? അപ്പോൾ അത് ഇനി അടുത്ത പ്രാവശ്യം ഒരു നിയോഗം പറയുമ്പോൾ കുരിശിൻ്റെ വഴി ചെല്ലാനായിട്ട് വടിയെടുക്കേണ്ടി വരാറുണ്ടോ? ചില ആദ്യത്തെ പ്രാവശ്യം അമ്മ വടിയെടുത്തു, അപ്പം ചെല്ലി, പിന്നെ ഞങ്ങൾ തന്നെ ചെല്ലും. നിങ്ങൾ തന്നെ സ്വയം ചെല്ലാറുണ്ട്. ഇനിയിപ്പോൾ അതെ ജോൺ പോൾ അല്ലേ, ചേട്ടൻ അല്ലേ, ആണുങ്ങളിൽ മൂത്ത ആളാണ്, മൂത്ത ചേട്ടനാണ് അല്ലേ? ഓക്കെ, അൽത്താരപാലകനാണ്. ചേട്ടൻ എന്താണ് പറയാനുള്ളത്? ഇങ്ങനെ ദൈവവചനം ദൈവവചനം പഠിക്കുമ്പോൾ പഠിക്കാൻ പിന്നെ എളുപ്പവും, സ്കൂളിലത്തൊക്കെ പഠിക്കാൻ എളുപ്പവും. പിന്നെ കുറച്ചുകൂടെ ഈ കുരിശൻ്റെ ചെല്ലുമ്പം രാത്രി കുറച്ചുകൂടെ നേരം ഇരുന്ന് പഠിച്ചാൽ മതി, അത് പിന്നെ എളുപ്പവും. ഈ കുരിശിൻ്റെയൊക്കെ ചൊല്ലി കഴിയുമ്പോൾ നല്ല എളുപ്പം, മാത്സ് ഒക്കെ ശരിക്കും എളുപ്പമായി, നല്ല എളുപ്പമായി. ഈ ദൈവവചനം പഠിക്കുമ്പോഴും അങ്ങനെ തന്നെ. ഞങ്ങൾ കൊന്ത ചെല്ലുമ്പം ഓരോ രഹസ്യം, അതായത് നന്മ എന്ന് പറയുമ്പോൾ ചെല്ലുന്നതിൻ്റെ മുമ്പേ ഓരോ വചനം വീതം പഠിക്കും. അങ്ങനെ ഇപ്പം ഒരു ബുക്കിൻ്റെ അകത്ത് ഞങ്ങൾ ഈ വചനങ്ങളൊക്കെ എഴുതും. ഇപ്പോൾ 30-40 ഇത്ര വചനങ്ങളായി. അതിന് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആവർത്തിച്ചിട്ടില്ല, ഇനി ആവർത്തിച്ച് തുടങ്ങണം. അപ്പോൾ അത്രയും വചനങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അത് ഭയങ്കര ഒരു അനുഗ്രഹമാണ്. ഇപ്പം ഇവൻ കൊച്ചുമാൻ നമ്മുടെ കുഞ്ഞ് അനിയൻ പറഞ്ഞ 71 പുസ്തകങ്ങൾ നിങ്ങൾ കാണാതെ പഠിച്ചതാണ് ഇല്ല? ഏകദേശം അത് പഠിച്ചതാണ്, മറന്നുപോയി അല്ലേ? പക്ഷെ ഇവനെ പോലെ ഇങ്ങനെ പറയാൻ പറ്റുന്നില്ല. അതൊരു കൃപയാ, അതിങ്ങനെ പറയുമ്പോൾ അവൻ തന്നെ പറഞ്ഞു പോവാണ് അല്ലേ? വലിയ ആശ്ചര്യം തോന്നിയിട്ടുണ്ട്, പിന്നെ ഒരുപാട് തോന്നിയിട്ടുണ്ട്. ഓൾട്ടർ ബോയ് ആണ് ഈ കുരിശ് മാലയൊക്കെ ഇടുന്നതിൻ്റെ അത് വെഞ്ചരിച്ചതാണ്. ഇങ്ങനെ എപ്പോഴും ഇടാറുണ്ട്. എന്തോ ഈശോയ്ക്ക് വേണ്ടിയാണ് അല്ലേ? ഓക്കെ, ഇപ്പോൾ പഠിക്കുന്നത് 9ാം ക്ലാസ്. ഓക്കെ, ഈ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു ദൈവാനുഭവം, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും ഇതുണ്ട്, നിങ്ങൾ ഒരുപാട് പ്രാർത്ഥനയിലാണ്. എന്തൊക്കെ ദൈവാനുഭവം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിച്ചോ? ഇന്നൊരു കാരണം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചു എന്ന് പറയാനുള്ള എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് ഒത്തിരി ഇങ്ങനെ ദൈവാനുഭവങ്ങളുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഒത്തിരി ഈശോ തരാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് കിട്ടിയ ഞങ്ങളുടെ ഒരു സന്തോഷമുള്ള ദൈവാനുഭവം എന്ന് പറയുന്നത്, മോള് 10th പഠിക്കുമ്പോൾ ഞങ്ങളപ്പോഴും ആ സമയങ്ങളിൽ ഒന്ന് വലിയ പഠിപ്പിസ്റ്റുകളല്ലേ വരുന്നു, അത്യാവശ്യം പഠിച്ചു പോവും, അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം ധ്യാനത്തിനും പരിപാടികൾക്കും ഒക്കെ പോവും. എക്സാമോ അല്ലെ അങ്ങനെയൊന്നും നോക്കത്തില്ല. ധ്യാനം നല്ലൊരു ധ്യാനത്തിന് പോകണമെന്ന് തോന്നി അപ്പോൾ എല്ലാവരും പോകും. അപ്പം ഇവിടെ കെമിസ്ട്രി എക്സാമിൻ്റെ തലേദിവസം ഞങ്ങൾക്കൊരു ശുശ്രൂഷയ്ക്ക് ഇങ്ങനെ പങ്കെടുക്കാൻ പോകണം. അപ്പോൾ എല്ലാവരും കൺഫ്യൂസ്ഡായി, നാളെ ബോർഡ് എക്സാം നടക്കുകയാണ്, പോകണോ വേണ്ടയോ അങ്ങനെയൊക്കെ. അപ്പോൾ പക്ഷേ ചേട്ടൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നമുക്ക് പോകാം, ഈശോ തരുന്ന റിസൾട്ട് മതി, നമുക്ക് റിസൾട്ട് അല്ലല്ലോ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും പോയി. പിറ്റേ ദിവസം വന്ന് മോൾ എക്സാം എഴുതി. ആ വർഷം റിസൾട്ട് വന്നപ്പം അവൾ ഹൈ റേഞ്ച് പബ്ലിക് സ്കൂൾ 1 പഠിക്കുന്നത്. അവിടുത്തെ ടോപ്പ് CBSE റിസൾട്ട് സ്കൂളിലെ ടോപ്പറായി അവൾ. 95% അത്രയൊന്നും കിട്ടിയിട്ടില്ല, കഴിഞ്ഞ റിസൾട്ടിലൊന്നും അതില്ലായിരുന്നു. 95% അവൾ സ്കൂൾ ടോപ്പറായിട്ട് ഇറങ്ങി. അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ ദൈവാനുഭവമാണ്. ഈശോയ്ക്ക് 1ാം സ്ഥാനം കൊടുത്ത് പോയപ്പം ഈശോ തന്ന ഒരു വലിയ ദൈവാനുഭവമായിട്ട്. അതുപോലെ ഒത്തിരി അനുഭവങ്ങൾ ഈശോയുടെ ഇവിടെ നിന്ന് അനുഭവം. മറ്റെന്തെങ്കിലും അനുഭവം പങ്കുവയ്ക്കാനുണ്ടോ? ഒരു ദൈവം നടത്തിയൊരു അത്ഭുതമായിട്ട് നിങ്ങൾക്ക് തോന്നി, നിങ്ങൾ തന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യം ദൈവം ഒരു അത്ഭുതം നടത്തി എന്ന് പറയാനായിട്ട്? അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഇതില്ല. അല്ല, ഞങ്ങൾ അങ്ങനെ വിഷയിക്കുമ്പോൾ എല്ലാ ദിവസവും ഞങ്ങളൊരു പ്രാർത്ഥനയും കാര്യങ്ങളായിട്ട് പോകുന്നുണ്ട്. ദൈവം എല്ലാ ദിവസവും നമ്മൾ പരിപാലിക്കുന്നുണ്ട് കേട്ടോ ഓരോ കാര്യങ്ങൾ. പിന്നെ ഒത്തിരി പേര് നമ്മളോട് പ്രാർത്ഥന സഹായം ചോദിച്ചു വരെയും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് നടന്നു കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് കാണുന്നത് എന്താ പറഞ്ഞാൽ, ഇന്ന് രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ അത് യോഗം വെച്ച് ഞങ്ങൾ പോകും. പക്ഷെ അത് നമുക്കത് കിട്ടും, നമ്മൾ അന്നത് പറയും ഇത്ര ദിവസമുള്ള നിങ്ങൾക്ക് ഈശോ തരും, ആ ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ ആരും എന്നോട് വന്നാലും ചോദിക്കും അതിനൊന്ന് പ്രാർത്ഥിക്കാമോ? അപ്പോൾ ഞാൻ പറയും ഇത്ര ദിവസമുള്ളിൽ കർത്താവ് നടത്തി തരും. പക്ഷേ ആ സമയത്തുള്ളിൽ അത് നടന്നിരിക്കും. വലിയത്
അത് ദിവസവും ദൈവം അത്ഭുതം അല്ലേ നമ്മുടെ അത് ജീവിതത്തിൽ നടത്തുന്നത്. ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നതിൽ അങ്ങനെ ഒരു നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ദൈവാനുഭവത്തിലേക്ക് വന്നത്? നിങ്ങൾ മാതാപിതാക്കളുണ്ട്? ഞങ്ങൾ ചെറുപ്പത്തിൽ വീട്ടിൽ ഞങ്ങൾ 9 മക്കളാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ചെറുപ്പത്തിൽ അമ്മച്ചി പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾ വളർന്നതും എല്ലാം. അപ്പം അമ്മച്ചി ആ കാലഘട്ടങ്ങളിൽ ഈ പ്രായമുള്ളവരൊക്കെ നോക്കാനായിട്ട് പോകുമായിരുന്നു. കിടപ്പ് രോഗികളൊക്കെ നോക്കാനായിട്ട് പോയി അവരെ ഒന്ന് ശുശ്രൂഷിക്കുകയും വീട്ടിൽ വന്ന അമ്മ അതുപോലെ എഴുത്തും വായനയൊന്നും അറിയത്തില്ല അമ്മച്ചിക്ക് അധികം ഒന്നും. പക്ഷേ അമ്മച്ചി നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുമായിരുന്നു നന്നായിട്ട്. അപ്പോൾ അതെല്ലാം കണ്ട് പഠിച്ച് ഞങ്ങളും. പക്ഷേ അതുകൊണ്ട് ആ ഒരു ഇതിൽ ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പാലിറ്റീവായിട്ട് ഇങ്ങനെ കിടക്കുന്നവരൊക്കെ നോക്കാനും ഇതൊക്കെ. അത് ഭയങ്കര സന്തോഷം എനിക്ക്. എൻ്റെ നിച്ചേട്ടൻ ഇങ്ങനെ എയ്ഡ്സ് രോഗി, എന്നെ കല്യാണത്തിന് മുമ്പ് എയ്ഡ്സ് രോഗികളൊക്കെ ശുശ്രൂഷിക്കാൻ പോവുകയും അങ്ങനെ ചിറ്റൂർ ശുശ്രൂഷയിലൊക്കെ ആയിരുന്നു. ബ്രദറുണ്ട്, ഒരു ടിൻ ബ്രദറുണ്ട്, ഇവർ ഒരുമിച്ച് തന്നെ ശുശ്രൂഷ. ഞാൻ ജീസസ് യൂത്ത് ആയിരുന്നു. ഒരു 8ാം ക്ലാസ് തൊട്ടൊക്കെ ക്രിസ്റ്റീൻ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസിൽ കൂടെ ഒക്കെ വന്നയാളാണ്. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് ജീസസ് യൂത്തിലേക്കായി. അങ്ങനെ ജീസസ് യൂത്തിലൂടെ വളർന്നു വന്നതാണ് ഒരു ദൈവാനുഭവത്തിൽ എത്തിച്ചത്. പിന്നെ കരിസ്മാറ്റിക് മുന്നേറ്റം ഒത്തിരി സഹായമായിട്ടുണ്ട് ഈ നാളുകളിൽ ഒരു ആത്മാവിലുള്ള ജീവിതത്തിന്. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ കുഞ്ഞുങ്ങളെയൊക്കെ ഈശോ സ്നേഹത്തിൽ വളർത്താൻ പറ്റുന്നത്. പിന്നെ എല്ലാത്തിലും ഉപരി ദൈവരാജ്യത്തിന് മാത്രമാണ് ജീവിതത്തിൽ 1ാം സ്ഥാനം, എല്ലാത്തിലും ഉപരി. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ അത് തന്നെ എപ്പോഴും പറഞ്ഞ് പഠിപ്പിക്കുന്നു. അത് കരുണയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ കിട്ടിയതാണ്. മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ അതിനെ സഹായിച്ചിട്ടുണ്ട്, ചുറ്റുമുള്ളവർ സഹായിച്ചിട്ടുണ്ട്, കുടുംബം അതിനെ നന്നായിട്ട് സഹായിക്കുന്നു. അതാണ്. പിന്നെ ഇവർ ആൻ്റണി ചേട്ടനൊക്കെ വീട്ടിൽ ഇവർ 9 മക്കളാണല്ലോ. അപ്പം ഈ നമ്മുടെ ചെറിയ വേദോപദേശത്തിൻ്റെ ബുക്കുണ്ടല്ലോ, അത് ഇവർക്ക് കൊച്ചിലെ തൊട്ടേ ഇങ്ങനെ അപ്പച്ചനിരുത്തി കുഞ്ഞുനാൾ തൊട്ടേ ചൊല്ലിപ്പിടിച്ചു. അത് തന്നെ ആൻചേട്ടൻ ഇവരെ ശീലിച്ചു. അതുകൊണ്ട് ഇവർക്കൊന്നും ഈ നമ്മുടെ ആദ്യ കുർബാന സ്വീകരണത്തിന് പഠിക്കാൻ വേണ്ടി കഷ്ടപ്പാട് വരുന്നില്ല. കാരണം 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും വരുമ്പോഴേന് തന്നെ വേദോപദേശത്തിലെ മുഴുവൻ പ്രാർത്ഥനകളും മനസ്താപ്രകരണമാണേലും കുമ്പസാരത്തിനുള്ള ജപമാണേലും അതിലെ എല്ലാ കൽപ്പനകളെ വിശ്വാസപ്രമാണമല്ല ഇവർ 1ാം ക്ലാസ് 2ാം ക്ലാസ് ആകുമ്പോഴേ പഠിക്കും. അപ്പോൾ അതൊക്കെ ഈ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു ചൈതന്യം തുടർന്നുകൊണ്ട് പോകുന്നത് കൊണ്ട് കിട്ടുന്ന ഒരു വലിയ ദൈവാനുഗ്രഹമാണ്. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ദൈവവചനം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദൈവവചനം പറയാൻ പറ്റുമോ? ലൂക്ക 1:36 ഓക്കെ, വെരി ഗുഡ്. ഇനി ചേട്ടൻ പറഞ്ഞേ. സെഫാനിയ 3:17 അതിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവിന്റെ മധ്യയിലുണ്ട്. ജ്ഞാനം 16:10 അങ്ങയുടെ മക്കളെ വകവരുത്താൻ വിഷസർപ്പത്തിന് പല്ലിനും കഴിയുകയില്ല. അങ്ങയുടെ കാരുണ്യം രക്ഷയ്ക്കെത്തി അവരെ സുഖപ്പെടുത്തി. ഫിലിപ്പി 3:14 എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകില്ല. സങ്കീർത്തനം 23:1. ഏറ്റവും ഇഷ്ടമുള്ള വചനം അതാണോ? ആണ്. ദൈവാനുഗ്രഹം നിറഞ്ഞൊരു കുടുംബത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത്. ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് മക്കളെയും ദൈവം ദാനമായി നൽകിയ മക്കളെയും ആ ഒരു ആത്മീയതയിൽ ദൈവവചനത്തിൽ ഊന്നി വളർത്തിയപ്പോൾ വലിയ അത്ഭുതങ്ങളാണ് ഓരോ ദിവസവും ദൈവം ഇവരുടെ ജീവിതത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നതും ഈ കുഞ്ഞുമക്കളുടെ ജീവിതത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നതും. അതുതന്നെയാണ് നമ്മൾ ആദ്യം കണ്ട ജോൺ ബെർക്കുമൻസ് പറഞ്ഞ ആ ഒരു ബൈബിൾ വാക്യങ്ങളും ബൈബിളിലെ പുസ്തകങ്ങളുടെ പേരുകളും ഒറ്റയടിക്ക് ആ കൊച്ചുമകൻ പറഞ്ഞപ്പോൾ തന്നെ ഈ ഒരു കുടുംബം എത്രത്തോളം ദൈവവിശ്വാസത്തിലും ദൈവവചന ഭക്തിയിലുമാണ് ഈ മക്കളെ വളർത്തുന്നത് എന്ന് നമുക്ക് അറിയാൻ സാധിച്ചു. എന്തായാലും ഇത്ര നേരം ഞങ്ങളോടൊപ്പം പങ്കിട്ടതിനും നമ്മുടെ പ്രേക്ഷകരോട് നിങ്ങളുടെ ദൈവാനുഭവം പങ്കുവച്ചതിനും ഒരുപാട് നന്ദി. താങ്ക് യു. നമ്മുടെ ഈ കുഞ്ഞ് ജോൺ ബെർക്കുമൻസ് ഇതുപോലെ ദൈവവചനവും അതുപോലെ തന്നെ ബൈബിളിലെ ഈ ഒരു പുസ്തകങ്ങളുടെ പേരെല്ലാം പഠിക്കാൻ ഇടയായതിന് കാരണം കോതമംഗലം രൂപതയിലെ സെൻറ്റ് ജോസഫ് വെളിയച്ചാൽ ഫെറോന ദേവാലയത്തിലെ വികാരിയായ ഫാദർ തോമസ് പറയടം അച്ഛനാണ്. അച്ഛനിപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. അച്ഛാ, ഈ ജോൺ ഇതേപോലെ 3 വയസ്സുകാരൻ ബൈബിളിലെ പുസ്തകങ്ങളുടെ പേരുകളെല്ലാം ഇതുപോലെ കാണാതെ പറയുന്നു. സോഷ്യൽ മീഡിയ ഒരുപാട് ഹിറ്റായ ഒരു വീഡിയോ ആണ്. ഇതിനെല്ലാം പിന്നിൽ പ്രചോദനമായത് അച്ഛനാണെന്ന് പറയുന്നു. എന്താണ് അതിൻ്റെ പിന്നിലുണ്ടായത്? അത് ബൈബിൾ വചനം പഠിക്കുവാൻ വേണ്ടി കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. കൂടാതെ ഈ 73 പുസ്തകങ്ങളുടെയും പേര് പഠിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 500 രൂപയുടെ ക്യാഷ് അവാർഡ് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം അത് കൊടുത്തവരുണ്ട്. കൂടാതെ പിന്നെ കൂടുതൽ പേരുണ്ടെന്ന് കണ്ടപ്പം 250 രൂപയുടെ ക്യാഷ് അവാർഡ് പ്രഖ്യാപിച്ചു. അപ്പോൾ ഒത്തിരി പിള്ളേർ പഠിച്ച് വന്ന് പള്ളിയിൽ പറഞ്ഞ് കേൾപ്പിച്ചു. അപ്പോൾ ഈ വീട്ടിൽ 5 കുട്ടികളാണല്ലോ. അപ്പോൾ ഇത് മൂത്ത 4 കുട്ടികളും ഈ പേര് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞ് പഠിക്കുന്നത് കേട്ടുകൊണ്ട് ഇവനും അത് ആവർത്തിച്ചു. അപ്പോൾ അവരുടെ പേരൻസാണ് സത്യത്തിൽ അതിന് പ്രാധാന്യം കൊടുത്ത്
ഇവന് പഠിക്കാൻ കഴിവുണ്ടല്ലോ എന്നോർത്ത് കൊച്ചിനെ പറഞ്ഞു പഠിപ്പിച്ച്. അങ്ങനെ അവർ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഈ കൊച്ചിൻ്റെ വീഡിയോ പിടിച്ചിട്ട് തന്നു. അപ്പോൾ അത് ഒത്തിരി വൈറലായിട്ട് തീരുകയത്. അപ്പം നല്ല മിടുക്കൻ കൊച്ചാണ്, നന്നായിട്ട് പറയുന്നുണ്ട്. ഞങ്ങൾ വീണ്ടും അത് പ്രോത്സാഹിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്ത് തോന്നി? അതായത് കാറ്റിസം കുട്ടികൾക്ക് വേണ്ടി അച്ഛൻ ഇങ്ങനെ പറഞ്ഞ കാര്യം, അത് ഒരു 3 വയസ്സുകാരൻ ഇങ്ങനെ പറയുന്ന അച്ഛൻ ചിന്തിച്ചിരുന്നോ? ഞാൻ ചിന്തിച്ചില്ലായിരുന്നു. 3 വയസ്സ് ഞാൻ അത്ഭുതപ്പെടും. അത് എത്രയോ മെമ്മറി പവർ അങ്ങനെ കിട്ടിയ ഒരു പ്രത്യേക ദൈവകൃപയും കൂടെ ഉണ്ട്. ആ കുടുംബം വളരെ പ്രാർത്ഥനയുള്ള കുടുംബമാണ്. ഇപ്പോൾ ആ വീട്ടിൽ എല്ലാവർക്കും അറിയാം. മൂത്ത പിള്ളേർക്ക് 4 പേർക്കും, ഈ കൊച്ചിന് 5 പേർക്കും അറിയാം, പേരൻസിന് 2 പേർക്കും അറിയാം. അവർക്ക് എല്ലാവർക്കും ഇപ്പം ഈ 73 പുസ്തകങ്ങളുടെ പേരറിയാം. അത് നല്ലൊരു രസമായിട്ട് തോന്നി. ആ കുടുംബത്തെക്കുറിച്ച് എന്താണ് അച്ഛന് പറയാനുള്ളത്? ആ കുടുംബം അവർ രണ്ടുപേരും വളരെയേറെ കരിസ്മാറ്റിക് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. നല്ല പ്രാർത്ഥനാ ചൈതന്യമുള്ളവരാണ്. ഇടയ്ക്കിടയ്ക്ക് ധ്യാനിക്കാൻ പോവുകയും കുട്ടികളെ വളരെ നല്ല രീതിക്ക് പരിശീലനം കൊടുത്ത് വളർത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഡെയിലി മാസിന് വരാൻ വേണ്ടി ഒരു പരമാവധി ശ്രദ്ധിക്കുന്നവരാണ്. അങ്ങനെ അതിലൊരു കുട്ടി അൽത്തറബാലനാണ്. അങ്ങനെ വളരെ നല്ല വിധത്തിൽ പോകുന്നൊരു ഫാമിലിയാണ്. ഈ ദൈവവചനം കുട്ടികളിലേക്ക്, അല്ലെങ്കിൽ സൺഡേ കാറ്റിസം അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളിലേക്ക് ദൈവവചനം പകർന്നു നൽകണം എന്നൊരു ചിന്തയായിരുന്നു അച്ഛനെ ഇങ്ങനെ ഒരു ക്യാഷ് അവാർഡ് അല്ലേ? അതെന്തായിരുന്നു അങ്ങനെ ഒരു ചിന്തയിലേക്ക് വന്നത്? അല്ലെ, കുട്ടികൾക്ക് എപ്പോഴും പ്രോത്സാഹനവും സമ്മാനവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അപ്പോൾ അത് ഒരു വലിയ അംഗീകാരമാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ സമ്മാനം ബാക്കിയുള്ളവരുടെ മുമ്പിൽ വാങ്ങിക്കാനൊക്കെ താല്പര്യം തോന്നും. ഞങ്ങൾ ഈ പുസ്തകങ്ങൾ പേര് പഠിച്ചതിൻ്റെ സമ്മാനം കൊടുത്തത് ഇവിടെ പള്ളിമുറയുടെ വെഞ്ചരിപ്പിന് ഇവിടെ പരസ്യമായിട്ട് മീറ്റിങ്ങിൽ വെച്ച് അഭിവൃദ്ധി പിതാവാണ് ക്യാഷ് അവാർഡ് കൊടുത്തത്. അപ്പോൾ അത്രയും ഒരു നല്ലൊരു വേദിയൊക്കെ ഒരുക്കി കൊടുത്തപ്പോൾ പിള്ളേർക്ക് കുറച്ചുകൂടി ദൈവവചനത്തിൽ കൂടുതൽ ആഴത്തിൽ വളരാനും പഠിക്കാനൊരു താല്പര്യം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളത്. തീർച്ചയായിട്ടും അതും എനിക്കൊന്ന് ഈ ഒരു 3 വയസ്സാണ് ഇങ്ങനെ പറയുമ്പോൾ മറ്റ് ഇപ്പോൾ ഇടവേള മറ്റു കുട്ടികൾക്കൊക്കെ ഒരു വലിയൊരു പ്രചോദനമായിട്ട് ഏത് പേരൻസിനും പറയാമല്ലോ. 3 വയസ്സുള്ള കൊച്ചു പറഞ്ഞപ്പോൾ നിങ്ങൾ പഠിക്കാൻ പരിശ്രമിച്ചാൽ പറ്റും എന്നൊക്കെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ എളുപ്പമുണ്ടല്ലോ. ഓക്കെ അച്ഛാ, താങ്ക് യു കേട്ടോ. നിങ്ങൾ വന്നതിന് പ്രത്യേകം നന്ദി. താങ്ക് യു.